എന്താ ചായ? എനിക്ക് ചായ ഇല്ലേ? അയ്യോ, നിനക്ക് ചായ വേണമായിരുന്നു. എടി, നീ ഇത് കുടിച്ചോ, ഞാൻ വേറെ വെച്ച് കുടിച്ചോളാം. എനിക്ക് വേണ്ട, ചായ കുടിച്ചോ. അല്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് നോക്കി പ്രവർത്തിക്കാനൊന്നും തനിക്കറിയാൻ പാടില്ലല്ലോ. എൻ്റെ പൊന്നുറീനു, എനിക്ക് ചായ വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ. സൈക്കോളജിസ്റ്റിന് പോലും മനസ്സ് വായിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം, അല്ലാതെ കണ്ണിൽ നോക്കി മനസ്സിലാക്കണം. എൻ്റെ മനസ്സിലുള്ളത് പറയാതെ തന്നെ അറിയണം. അങ്ങനെയുള്ള മാജിക് പവറൊന്നും എനിക്കില്ല. ഇതൊക്കെ പഴമക്കാർ പറഞ്ഞ ഡയലോഗ്സാ. ഇതൊക്കെ മാറ്റേണ്ട സമയമായി. ചായനെ പറയണതൊക്കെ ശരിയാണ്, പക്ഷെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ രഹസ്യങ്ങൾ പാടില്ല. എല്ലാം തുറന്നു പറയാൻ പഠിക്കണം. ഇത് പങ്കാളികളുടെ ഇടയിൽ സ്ഥിരം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട എന്നുള്ളൊരു ധാരണ പങ്കാളികൾക്കിടയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അവസാനം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ബന്ധം തകരാനുള്ള മെയിൻ കാരണങ്ങൾ ഒരിക്കലും അല്ല അറിയുന്നു. പരസ്പര അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും പങ്കാളികൾക്കിടയിൽ സ്വാഭാവികം തന്നെയാണ്. അത് എങ്ങനെയുണ്ടായി, എങ്ങനെ പരിഹരിക്കാം, അതിന്റെ ഗ്രാവിറ്റി, ടോക്സിസിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അത് സ്വാഭാവികമാണെന്ന് വിചാരിച്ചിരിക്കും. എന്റെ പൊന്നിച്ചായ, ഇതിന് മാത്രം കഥ പറയണ എന്തിനാണ്? എനിക്കൊരു ചായ വെക്കണം, ഞാൻ വെച്ച് കുടിച്ചോളാം. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട്.